ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച റോഡ് സുരക്ഷാ പദ്ധതിയിൽ യാത്രാക്ലേശത്താൽ വീർപ്പുമുട്ടി നിൽക്കുന്ന MG റോഡിനെ പരിഗണിക്കുന്നില്ല. റോഡ് വികസനത്തിനായി ഇരുവശങ്ങളിലെയും കയ്യേറ്റമൊഴിപ്പിക്കുമെന്ന 2006-ലെ സർക്കാർ പ്രഖ്യാപനവും ജലരേഖയായി. ഒരു റിപ്പോർട്ടിലേക്ക്. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന MG റോഡിൽ ഗതാഗതക്കുരുക്ക് ഒരു നിത്യസംഭവമാകുന്നു. പെരുമാനൂർ മുതൽ മാധവ് ഫാർമസി വരെയുള്ള 6 കിലോമീറ്റർ സഞ്ചരിക്കാൻ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും എടുക്കും. റോഡ് നിർമ്മാണത്തിന് ശേഷം ഇതുവരെ വികസനം നടത്താത്തതും വാഹനങ്ങളുടെ ക്രമാതീതമായ വർധനയുമാണ് ഇതിന് പ്രധാന കാരണം. കൂടാതെ നന്നേ വീതി കുറഞ്ഞ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള നിയമവിരുദ്ധ പാർക്കിങ്ങും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു. 1 മാസം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച റോഡ് സുരക്ഷാ പദ്ധതിയിൽ MG റോഡിനെ പരിഗണിക്കുന്നില്ല. ബസ് ബേ നിർമ്മാണം, ഗതാഗതക്കുരുക്കൊഴിവാക്കുക, അപകടങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് റോഡ് സുരക്ഷാ പദ്ധതിയിലുള്ളത്. ഈ പദ്ധതി MG റോഡിൽ നടപ്പാക്കാൻ കോർപ്പറേഷനും വിമുഖത കാട്ടുന്നു. ഇതുമൂലം ജനങ്ങൾ രൂക്ഷമായ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. 2006-ൽ കൊട്ടിഘോഷിക്കപ്പെട്ട മൂന്നാർ ദൗത്യത്തിന്റെ ഭാഗമായി MG റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സർക്കാർ നടപടിയെടുത്തിരുന്നു. 1 വർഷത്തിനുള്ളിൽ റോഡിന്റെ വീതി കൂട്ടുമെന്നും അലൈൻമെന്റ് നിർണ്ണയിക്കാൻ പ്രശസ്ത ആർക്കിടെക്ട് M ഗോപകുമാറിനെ ചുമതലപ്പെടുത്തുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനം ജലരേഖയായി. മൂന്നാർ ദൗത്യം പരാജയപ്പെട്ടപ്പോൾ MG റോഡ് വികസനവും അധികാരികൾ സീലുവച്ചു. ഉന്നതരായ വ്യാപാരികൾ കയ്യേറിയ സ്ഥലമൊഴിപ്പിക്കാൻ സർക്കാരിന് കെൽപ്പില്ലെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. വ്യാപാരി സമൂഹത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ നിലപാട്. അതിനാൽ വീതി കൂട്ടൽ പ്രക്രിയ ഒരു അടഞ്ഞ അധ്യായമായി. പുതിയ പദ്ധതിയായ മെട്രോ റെയിലും കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിശ്ചിതത്വത്തിലാണ്. ഗതാഗതക്കുരുക്ക് ഇനി കുറയില്ല, കൂടുകയുള്ളൂ. അധികാരികൾ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടിന് പരിഹാരം കാണേണ്ടതുണ്ട്. വീർപ്പുമുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന MG റോഡിനെയും ജനങ്ങളെയും രക്ഷിക്കാൻ സർക്കാർ കർമ്മപദ്ധതി തയ്യാറാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു.